2025 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടങ്ങൾ കൈവരിച്ചൊരു വർഷമായിരുന്നു. സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും മമ്മൂട്ടി, ദിലീപും പുതിയ താരങ്ങൾ വരെ മലയാള സിനിമയ്ക്ക് നൽകിയത് വലിയ വിജയങ്ങളാണ്. 2025 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതും നിലവിൽ 2025 ഓഗസ്റ്റ് മാസമാണത്. ഇതുവരെയുള്ള ചിത്രങ്ങളാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. അതും എല്ലാ വിജയ ചിത്രങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, എല്ലാ വലിയ ചിത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതം ഫ്ലിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളക്ഷൻ്റെ കാര്യത്തിൽ ഇപ്രാവശ്യം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് L2E എമ്പുരാൻ തന്നെയാണ്. മോഹൻലാലിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ച പ്രകടനം തിയേറ്ററിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും സിനിമയുടെ കളക്ഷനിലെ കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് L2E എമ്പുരാൻ ഉണ്ടാക്കിയത്. വേൾഡ് വൈഡായിട്ട് 265.62 കോടി രൂപയും കേരളത്തിൽ നിന്ന് മാത്രം 86 കോടി 40 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് റെക്കോർഡ് കളക്ഷനായ 145 കോടി രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 34.5 കോടി രൂപ. ആദ്യ ദിനങ്ങളിൽ കേരളത്തിൽ നിന്ന് മാത്രം 14.80 കോടി രൂപ. ആദ്യ ദിനം വേൾഡ് വൈഡായിട്ട് മാത്രം 68.44 കോടി രൂപ. അങ്ങനെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി, ഇൻഡസ്ട്രി ഹിറ്റായി L2E എമ്പുരാൻ മാറുകയായിരുന്നു. പിന്നീട് വന്ന ചിത്രമാണ് തുടരും. ഒരു അപ്രതീക്ഷിത ഹിറ്റാണ് തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് L2E എമ്പുരാൻ പോലെ വലിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമയല്ല തുടരും. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് 25 കോടിക്കും 30 കോടിക്കും ഇടയിലാണ് തുടരും എന്ന സിനിമയുടെ ബഡ്ജറ്റ്. എന്നാൽ ഏതാണ്ട് അതിൻ്റെ 10 ഇരട്ടി കളക്ഷൻ നേടിക്കൊണ്ടാണ് തുടരും പ്രദർശനം തിയേറ്ററിൽ നിന്ന് അവസാനിപ്പിച്ചത്. OTTയിൽ വന്നതിന് ശേഷവും തിയേറ്ററിൽ റൺ കിട്ടിയ അപൂർവ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 232.7 കോടിയും കേരളത്തിൽ നിന്ന് മാത്രം 119 കോടിയോളം രൂപയും. ഇത് കേരളത്തിലെ നിലവിലെയുള്ള ഏറ്റവും വലിയ കളക്ഷനാണ്. കേരളത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ്. 118 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയെടുത്തു. ഓവർസീസിൽ നിന്ന് 96 കോടി രൂപയോളം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 19.5 കോടി രൂപയോളം. കേരളത്തിൽ ആദ്യ ദിവസം തുടരും എന്ന സിനിമ നേടിയത് 15.10 കോടി രൂപയാണ്. വേൾഡ് വൈഡായിട്ട് ആദ്യ ദിവസം നേടിയത് 17.85 കോടി രൂപയാണ്. വലിയ വിജയങ്ങളാവുന്ന സിനിമയുടെ പ്രധാന ഘടകം ബഡ്ജറ്റല്ല, കാമ്പുള്ള കഥയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് തുടരും ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലേക്ക് കയറുകയായിരുന്നു. ആലപ്പുഴ ജിംഖാന ഒരു സ്പോർട്സ് റൊമാൻറ്റിക് ഡ്രാമ മൂവിയായിരുന്നു ആലപ്പുഴ ജിംഖാന. സൂപ്പർ താരങ്ങളോ വലിയ താരങ്ങളോ ഇല്ലാതെ താരതമ്യേന യുവാക്കളെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായൊരു ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന. യുവാക്കളിൽ ഏറെ സ്വാധീനമുള്ള കഴിവുള്ള നസ്ലിനായിരുന്നു കേന്ദ്ര കഥാപാത്രം. ആകെ കളക്ഷൻ 64.40 കോടി രൂപയാണ് വന്നത്. അതിൽ തന്നെ 38 കോടി 40 ലക്ഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആലപ്പുഴ ജിംഖാന നേടി. ഓവർസീസിൽ നിന്ന് 20 കോടി 27 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി 70 ലക്ഷം രൂപയും. താരതമ്യേന യുവാക്കളായ പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന ഈ ചിത്രത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ദിവസ കളക്ഷൻ 2 കോടി 62 ലക്ഷം രൂപയായിരുന്നു. വേൾഡ് വൈഡ് ഈ സിനിമ ആദ്യ ദിവസം നേടിയ കളക്ഷൻ 4 കോടി 75 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നിലനിർത്തി. രേഖാചിത്രം അപ്രതീക്ഷിതമായ ഹിറ്റ്, പ്രേക്ഷകരുടെ മികച്ച പ്രതികരണമായിരുന്നു ഈ ചിത്രത്തിന് ലഭിച്ചത്. അപ്രതീക്ഷിതമായ ഹിറ്റ്. 57 കോടി 30 ലക്ഷം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. കേരളത്തിൽ നിന്ന് 26 കോടി 85 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 25 കോടി 45 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 5 കോടി രൂപയും ഈ ചിത്രം സ്വന്തമാക്കി. കേരള ബോക്സ് ഓഫീസിലെ ആദ്യ ദിവസത്തെ കളക്ഷൻ 1 കോടി 92 ലക്ഷം രൂപയായിരുന്നു. വേൾഡ് വൈഡായി ആദ്യ ദിവസത്തെ കളക്ഷൻ 3 കോടി 52 ലക്ഷം രൂപയും. ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നിലനിർത്തിയ ഈ ചിത്രം ത്രില്ലർ ക്ലാസ് സിനിമയായി കണക്കാക്കപ്പെട്ടിരിക്കുകയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലീസ് ആക്ഷനും മികച്ച രീതിയിലുള്ള മേക്കിംഗ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോ ബോബനായിരുന്നു ഈ സിനിമയിലെ നായകൻ. നമ്മൾ ഇതുവരെ കണ്ട കുഞ്ചാക്കോ ബോബനിൽ നിന്ന് വ്യത്യസ്തമായൊരു അഭിനയ ശൈലിയായിരുന്നു അദ്ദേഹം ഈ സിനിമയിൽ സ്വീകരിച്ചിരുന്നത്. ഏതാണ്ട് വേൾഡ് വൈഡായി 53 കോടി 10 ലക്ഷം രൂപയും
കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 30 കോടിയോളം രൂപയും ഓവർസീസിൽ നിന്ന് 19 കോടി 80 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 4 കോടി രൂപയും ഈ ചിത്രം നേടിയെടുത്തു. 2025 ഒരു ക്ലീൻ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടിയും പ്രവേശിച്ചു. നരിവേട്ട എന്ന ചിത്രമാണ്. വലിയ പ്രതീക്ഷകളോടെ എത്തിയ ഈ ചിത്രം വേണ്ടത്ര ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെച്ചോ എന്ന കാര്യത്തിൽ സംശയമാണ്. എങ്കിലും ഫിനാൻഷ്യലി നമ്മൾ നോക്കുമ്പോൾ വേൾഡ് വൈഡായി 26.57 കോടി രൂപയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 16.15 കോടി രൂപയും ഓവർസീസിൽ നിന്ന് ഏതാണ്ട് 9 കോടി രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 1 കോടി 52 ലക്ഷം രൂപയും ഈ ചിത്രം നേടിയെടുത്തു. കേരള ബോക്സ് ഓഫീസിലെ ആദ്യ ദിവസത്തെ കളക്ഷൻ 1 കോടി 62 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡായി ആദ്യ ദിവസത്തെ കളക്ഷൻ 3.5 കോടി രൂപയാണ്. ഈ ചിത്രം ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നിലനിർത്തി. ബസൂക്ക ഏറെ പ്രതീക്ഷകളോടെ വന്നൊരു ചിത്രമായിരുന്നു ബസൂക്ക. ആ പ്രതീക്ഷക്കനുസരിച്ചുള്ള പ്രകടനം ചിത്രം തിയേറ്ററിൽ കാഴ്ചവെച്ചോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയായിരുന്നു ബസൂക്ക. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എല്ലാം കൂടെ 25 കോടി രൂപയാണ് ബസൂക്ക സ്വന്തമാക്കിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 13 കോടി രൂപ ബസൂക്ക സ്വന്തമാക്കി. ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടി രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.5 കോടി രൂപയും കേരളത്തിലെ ആദ്യ ദിവസ കളക്ഷൻ 3.23 കോടി രൂപയായിരുന്നു. വേൾഡ് വൈഡായി ആദ്യ ദിവസത്തെ കളക്ഷൻ 7 കോടിയോളം രൂപയായിരുന്നു. അങ്ങനെ ഒരു ബിലോ ആവറേജ് സ്റ്റാറ്റസ് ഈ ചിത്രത്തിന് നിലനിർത്താൻ സാധിച്ചു. പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു കോമഡി ഫാമിലി എൻ്റർടൈനറായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. വേൾഡ് വൈഡായി 23.92 കോടി രൂപയും കേരളത്തിൽ നിന്ന് മാത്രം 17 കോടി രൂപയും ഓവർസീസിൽ നിന്ന് 5.80 കോടി രൂപ ഇതായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കളക്ഷൻ. ഒരു ആവറേജ് സ്റ്റാറ്റസ് ചിത്രത്തിന് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. മരണമാസ് ഒരു കോമഡി ഫാൻറ്റസി ത്രില്ലറായിരുന്നു മരണമാസ്. പേര് പോലെ അത്ര മാസ് വിജയമൊന്നും ആയിട്ടില്ലെങ്കിലും താരതമ്യേന ഭേദപ്പെട്ട പ്രകടനമായിരുന്നു മരണമാസ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. വേൾഡ് വൈഡായി ഈ ചിത്രം നേടിയത് 19.5 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് നേടിയത് 12 കോടി 75 ലക്ഷം രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 38 ലക്ഷം രൂപയും സ്വന്തമാക്കി. അങ്ങനെ ഒരു ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് ഈ ചിത്രത്തിന് നിലനിർത്താനായി. 2025 ഇതുവരെ വ്യത്യസ്തവും വലിയ വിജയങ്ങളുമായ സിനിമകൾ മലയാളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതാണ്? കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.